രാഷ്ട്രീയത്തിലെ ആദർശത്തിന്റെ ആൾ രൂപം, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നെടുംതൂൺ AK ആന്റണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉള്ളിലൊരു ആവേശം അലതല്ലും. മകൻ അനിൽ ആന്റണി BJP-യിലേക്ക് പോയപ്പോൾ അത് ആന്റണിയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഏറ്റ തിരിച്ചടിയാണ് എന്ന് ആഘോഷിച്ചവർക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങ് കൃത്യമായ മറുപടിയായിരുന്നു. കോൺഗ്രസ് എന്നത് ഒരു കുടുംബമല്ല, അതൊരു വികാരമാണെന്ന് അടിവരയിടുന്നതായിരുന്നു ആ ചടങ്ങിലെ ഓരോ നിമിഷവും. മുതിർന്ന നേതാവ് MM ഹസന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള ദി ലെഗസി ഓഫ് ട്രൂത്ത് എന്ന ഡോക്യുമെന്ററിയുടെ ടൈറ്റിൽ ലോഞ്ചിനിടെയാണ് കേരളം കാത്തിരുന്ന ആ ആവേശകരമായ കൂടിക്കാഴ്ച നടന്നത്. വേദിയിൽ AK ആന്റണി, കൂടെ യുവത്വത്തിന്റെ പ്രതീകമായ ഷാഫി പറമ്പിൽ MP. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ആ വേദി. ചടങ്ങിൽ ഷാഫി പറമ്പിൽ നടത്തിയ പ്രസംഗം പ്രവർത്തകരിൽ വലിയ ആവേശം നിറച്ചു. മുതിർന്ന നേതാക്കളെന്ന് ചോദിച്ച സീറ്റുകളാണ് ഇന്ന് ചെറുപ്പക്കാരായ തങ്ങളും ചോദിക്കുന്നത് എന്ന ഷാഫിയുടെ വാക്കുകൾക്ക് സദസ്സിൽ നിന്ന് വലിയ കയ്യടിയാണ് ലഭിച്ചത്. തന്റെ മുൻഗാമികൾ കാണിച്ചു തന്ന അതേ പോരാട്ട വീര്യം പുതുതലമുറയ്ക്കുമുണ്ടെന്ന പ്രഖ്യാപനമാണ് അത്. എന്നാൽ ഇതിന് AK ആന്റണി നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വൈറലായി മാറിയത്. ആന്റണിയുടെ ശൈലിയിലുള്ള ഒരു തഗ് മറുപടി ഇങ്ങനെയായിരുന്നു: ഞങ്ങളന്ന് KPCCയോട് ചോദിച്ചത് ജയിക്കുന്ന സീറ്റുകളല്ല, മറിച്ച് കോൺഗ്രസ് തോൽക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരുന്ന സീറ്റുകളാണ്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പഴയ ഏടുകൾ അദ്ദേഹം ഓർത്തെടുത്തു. മാർക്സിസ്റ്റ് കോട്ടകളായ എടക്കാട് N രാമകൃഷ്ണനും ബാലുശ്ശേരിയിൽ AC ഷൺമുഖദാസും പൊരുതി ജയിച്ചത് ഇത്തരത്തിൽ തോൽക്കുന്ന സീറ്റുകൾ ചോദിച്ചു വാങ്ങിയിട്ടാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൊട്ടാരക്കര എന്ന പൊന്നാപുരം കോട്ട പിടിച്ചെടുത്തതും പുതുപ്പള്ളിയിലെ വിജയവുമെല്ലാം അത്തരത്തിലുള്ള പോരാട്ട വീര്യത്തിന്റെ ഫലമായിരുന്നു. തങ്ങളുടെ അന്നത്തെ ഡിമാൻഡ് തോൽക്കുന്ന സീറ്റുകൾ വേണമെന്നായിരുന്നു എന്ന ആന്റണിയുടെ വാക്കുകൾ ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവ നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ ഊർജമാണ് നൽകിയത്. മകന്റെ BJP പ്രവേശനത്തെ ചൊല്ലി ആന്റണിയെ വേട്ടയാടിയവർക്ക് ഇതിലും വലിയൊരു മറുപടി നൽകാനില്ല. ആന്റണിയുടെ ആദർശം എന്നത് അദ്ദേഹത്തിന്റെ ചോരയിൽ കലർന്നതാണ്. തന്റെ മകന് നൽകാൻ കഴിയാത്ത ആ രാഷ്ട്രീയ ബോധം കേരളത്തിലെ ലക്ഷക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം ഓരോ വാക്കിലും തെളിയിച്ചു. MM ഹസനെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം നടത്തിയ കുടുംബ സംഗമങ്ങളെയും ജനശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളെയും ആന്റണി പ്രശംസിച്ചു. ഒപ്പം ഇന്നത്തെ യുവതലമുറ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പങ്കുവച്ചു. +2 കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന യുവതയെക്കുറിച്ചും കേരളം മലയാളികളുടെ നാടല്ലാതായി മാറുന്നതിനെക്കുറിച്ചും അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ ഗൗരവമേറിയതാണ്. കേരളത്തിലെ യുവജനം ഇവിടെ തന്നെ തുടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഗവൺമെന്റും യുവജന സംഘടനകളും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനവും ചെയ്തു. ഷാഫി പറമ്പിലിനെ പോലുള്ള യുവ നേതാക്കൾ ആന്റണിയുടെ ഈ സ്പിരിറ്റിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ തോൽക്കുന്നത് കോൺഗ്രസിനെ തകർക്കാൻ നോക്കുന്ന ഗൂഢാലോചനകളാണ്. AK ആന്റണി എന്ന നേതാവ് കോൺഗ്രസിന്റെ ആത്മാവാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും പ്രവർത്തകർക്ക് ഒരു കൽപ്പനയാണ്. ഈ ചടങ്ങ് വെറും ഒരു ഡോക്യുമെന്ററി പ്രകാശനം മാത്രം ആയിരുന്നില്ല, മറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ വേരുകളിൽ എത്രത്തോളം ശക്തമാണ് എന്നതിന്റെ വിളംബരം കൂടിയായിരുന്നു. ആന്റണിയുടെ രോമത്തിൽ പോലും തൊടാൻ BJPക്കോ മറ്റേതെങ്കിലും ശക്തികൾക്കോ കഴിയില്ല എന്ന സത്യം ഒരിക്കൽ കൂടി ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു ഈ വേദി. വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ഈ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ കരുത്തായി മാറണമെന്നതിൽ തർക്കമില്ല. ആന്റണി കാണിച്ചു തന്ന ആ തോൽക്കുന്ന സീറ്റുകൾ ചോദിച്ചു വാങ്ങി ജയിക്കുന്ന വിപ്ലവ വീര്യം ഉൾക്കൊണ്ട് മുന്നേറാൻ യൂത്ത് കോൺഗ്രസിന് ഈ കൂടിക്കാഴ്ച വലിയ പ്രേരണയാകും. AK ആന്റണി സാറ് റിലീസ് ചെയ്യുന്ന ഒരു ചടങ്ങ് വൈഷ്ണവെ പോലെ ഒരു കുട്ടി കോട്ട് ചെയ്യപ്പെടുന്ന തരത്തിൽ എല്ലാ തലമുറകൾക്കും മീറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു മീറ്റിംഗ് പോയിന്റ് ആണ് പ്രിയപ്പെട്ട ശ്രീ MM ഹസൻ എന്നുള്ളത്. ഈ പ്രസ്ഥാനത്തിൻ്റെ തീർച്ചയായിട്ടും ഒരു കരുത്ത് തന്നെയാണ്. പിന്നെ ഇവരൊക്കെ ചെറുപ്പത്തിൽ ചോദിച്ചിരുന്ന സീറ്റ് തന്നെ ഇപ്പോഴുള്ള ചെറുപ്പക്കാർ ആ പ്രായം തന്നെ ഇപ്പോഴും അവർ ചോദിക്കുന്നുള്ളൂ. കൂടുതലൊന്നും ചെറുപ്പക്കാർ ചോദിക്കുന്നില്ല. അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി KPC സെക്രട്ടറി എന്നുള്ള ആ കപ്പാസിറ്റി, ഞാൻ ഇലക്ഷൻ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ആലോചിച്ച ശേഷം ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഏതാനും തോൽക്കുന്ന സീറ്റുകൾ മത്സരിക്കുന്നത്. അങ്ങനെയാണ് N രാമകൃഷ്ണൻ എടക്കാട് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കോട്ടയിൽ AC ഷൺമുഖദാസിനെ ബാലുശ്ശേരി എന്ന മാർക്സിസ്റ്റ് കോട്ടയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന R ബാലകൃഷ്ണന്റെ പൊന്നാപുരം കോട്ടയിൽ പുതുപ്പള്ളി എന്ന് പറയുന്ന
PC ചെറിയൻ്റെയും എല്ലാം കോട്ടയിൽ ചേർത്തലയിൽ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇലക്ഷന് ശേഷം പിന്നെ ഒരിക്കലും എടക്കാട് രാമകൃഷ്ണൻ ചേർത്തല ഒന്നാമത്തെ ഇലക്ഷൻ കൃഷ്ണയ്യപ്പൻ ജയിച്ചതിന് ശേഷം പിന്നെ കോൺഗ്രസ്സുകാർ ആരും ജയിക്കാത്ത ചേർത്തലയിൽ ആണ് ഞങ്ങൾ സീറ്റ് മത്സരിച്ചത്. തോക്കുന്ന സീറ്റുകൾ ഞങ്ങളുടെ അന്നത്തെ ഡിമാൻഡ് തോക്കുന്ന ഓരോ സീറ്റുകൾ വേണമെന്നുള്ളതാണ്. സാറ് പറഞ്ഞ അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ട് അതിൻ്റെ ആ ഒരു സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നു. ഇത്തവണ കുറെ സീറ്റ് ഇപ്പൊ നിലവിൽ തോറ്റതുണ്ട്. ഇനി ജയിക്കാവുന്നതുമായിട്ടുള്ള കുറെ സീറ്റുകൾ ഇപ്പോഴും തീർച്ചയായിട്ടുണ്ട്. അപ്പം അവർ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു ലെഗസി ഇന്ന് നാം കാണുന്ന നമ്മൾ തുടർച്ചയായിട്ട് ജയിക്കുന്ന പല സീറ്റും പിടിച്ചെടുത്തത് തീർച്ചയായിട്ടും ആ യുദ്ധത്തിൽ ആ തോൽക്കുന്ന സീറ്റുകൾ ആലോചിച്ച് തിരിച്ച് നേടിയെടുത്തതിൻ്റെ ബലത്തിലാണ് 7-ലേക്കോ 9-ലേക്കോ ചുരുങ്ങിപ്പോയ കോൺഗ്രസിനെ വീണ്ടും അതിനെ ഇവിടെ കൊണ്ടുവന്നത് ആ യുവ മുന്നേറ്റമാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. തീർച്ചയായിട്ടും നല്ലൊരു ബ്ലെൻഡ് അത്തരം കാര്യങ്ങളിൽ കേരളത്തിന് അനിവാര്യമായ രീതിയിൽ നല്ലൊരു ബ്ലെൻഡ് തന്നെ മുന്നോട്ട് വെക്കാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ അത് വളരെ പ്രകടമായിരുന്നു. ഇനി വരുന്ന അസംബ്ലി ഇലക്ഷനിലും അത് പ്രകടമായിരിക്കും. കേരളം അനിവാര്യമായ മാറ്റം ഈ പ്രോപ്പർ ബ്ലെൻഡിലൂടെ നേടുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് സത്യമായിട്ട് പറഞ്ഞല്ലോ, ഇന്നത്തെ ഗവൺമെന്റും നോർക്ക നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്നെ ഒരുപാട് എന്നോട് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്ന ശിവരാജന്റെ നേതൃത്വത്തിൽ നോർക്ക ഇന്നും നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ആ നോർക്ക ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മറക്കാൻ കഴിയാത്ത ലോകം മുഴുവൻ മലയാളികളെ ജോലിക്കെത്തിച്ച ആ സ്ഥാപനം തുടങ്ങിയതും അസനാണ്. കേരളത്തിലെ കോൺഗ്രസിൽ കുടുംബസംഗമം എന്ന് പറയുന്ന ഒരു നൂതന പരിപാടി, പണ്ടൊക്കെ പാർട്ടി പ്രവർത്തകരുടെ യോഗമാണ്, കമ്മിറ്റി യോഗം, പ്രവർത്തക കൺവെൻഷൻ. അസനാണ് ആദ്യമായി കുടുംബസംഗമം, കോൺഗ്രസ് കുടുംബക്കാരൊക്കെ എല്ലാവരും ഉപയോഗിച്ചൊരു സംഘം. ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുക മാത്രമല്ല, കേരളത്തിലുടനീളം കുടുംബസംഘവും അദ്ദേഹം വാങ്ങിയാണ്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് ശ്രീ ബാലചന്ദ്രനും അതുപോലെ തന്നെ സമ്മാനമാണ്. നെഹ്റു സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹം തുടങ്ങി. ഇതുവരെ ആ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടില്ല. എല്ലാ വർഷവും സ്ഥിരമായി നവംബർ 14-ന് നെഹ്റു സെന്ററിന്റെ പരിപാടി നടത്തിയിരിക്കും. എല്ലാ വർഷവും ജനശ്രീ, അതും അദ്ദേഹത്തിന്റെ കൂടെ ബാലചന്ദ്രനും തപ്പാനും ഉണ്ടായിരുന്നു. ജനശ്രീ ഇന്ന് കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന, റിസർവ് ബാങ്കിന്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായി പാലിച്ചു നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിന് തൊട്ടതെല്ലാം പൊണ്ണാക്കിയ ഒരു സുഹൃത്താണ് ശ്രീ അസൻ. പലയിടത്തും അദ്ദേഹം എന്റെ പിൻഗാമിയായിട്ടാണ് വന്നത്. കിഴക്കൂട്ടത്ത് ബഷീറിന്റെ പിൻഗാമിയായിട്ട് ഞാനും വന്നു, എന്റെ പിൻഗാമിയായിട്ട് അസൻ വന്നു. KSUവിന്റെ പ്രസിഡന്റായ എന്റെ അവസരത്തിലാണ് കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു പ്രസിദ്ധീകരണം ഫോർട്ട്നൈറ്റ്ലി ആയിട്ട് തുടങ്ങിയത്, കലാശാല. അതിനുശേഷം അസനും ചാക്കോയും PK വേണുഗോപാലും ഇന്ന് നമ്മുടെ കൂടെ ഇല്ലാത്ത വിശ്വാസനം കൂടിയാണ് തിരുവനന്തപുരത്ത് വന്ന് കലാശാല സ്ഥാപിച്ചത്. കലാശാല പുനഃപ്രസിദ്ധീകരണം അസൻ അതിന്റെ പ്രാതിപരായി, അത് കഴിഞ്ഞ് വ്യാപനിപ്പായി. അങ്ങനെ എവിടെല്ലാം പാർട്ടിക്ക് വേണ്ടി സാധിക്കുന്നു, മന്ദിരം നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ ഉള്ള റെക്കോർഡല്ല ഇത് ഞാൻ മനസ്സിലാക്കുന്നു. അസൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം നിർത്തിയിട്ടില്ല, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അസൻ അവിശ്രമമായി രാവിലെ ഒരു 8-8 തുടങ്ങിയാൽ വൈകുന്നേരം വരെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിക്കാതെ ഇരിക്കാൻ സാധ്യമല്ല. എന്നും കർമ്മനിരതനാണ്. അസൻ ഇനിയും കർമ്മനിരതനായി മുന്നോട്ട് പോകട്ടെ, ആരോഗ്യവായരെ മുന്നോട്ട് പോകട്ടെ. ഇതാണ് എനിക്ക് ആശംസിക്കാറുള്ളത്. അസനെക്കുറിച്ച്
ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയ എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുന്നു. ഈ ഡോക്യുമെന്ററി കേരളത്തിലെ ചെറുപ്പക്കാർക്ക്, ഷാഫി അടക്കമുള്ള പുതുതലമുറയിലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക്, ചെറുപ്പക്കാർക്ക് എന്തായിരുന്നു KSU, എന്തായിരുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നതാണ്, ഇന്ന് +2 പാസ്സായി കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ഒരു ചെറുപ്പക്കാരനും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ +2 പാസ്സായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരളം വിടണം. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാം, ബാംഗ്ലൂരിലേക്ക് പോകാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോകാം, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് പോകാം, ഗൾഫിൽ പോകാം, യൂറോപ്പിൽ പോകാം, കാനഡയിൽ പോകാം, അമേരിക്കയിൽ പോകാം, ഇപ്പൊ ന്യൂസിലൻഡിൽ പോകാം, ആഫ്രിക്കയിൽ പോകാം. പക്ഷെ കേരളം വേണ്ട. കേരളം മലയാളികളുടെ നാടല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് അധ്വാനയ്ക്ക് തൊഴിലാളികൾക്കെന്ന് പറയുന്നത് ബഹുമാനായ ശ്രീ പത്മനാഭൻ കണ്ണൂർ പറയുന്നതുപോലെ ബംഗാളികൾ, പ്രധാനമായും ബംഗാളികൾ, ഛത്തീസ്ഗഡ്, ബീഹാറികൾ, ആസാംകാർ അങ്ങനെ മാറിയിരിക്കുന്നു. എന്ത് സംഭവിച്ചു കേരളത്തിന്? എന്താണ് കേരളം സംഭവിച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്തത്? എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ കേരളം വിടാൻ എന്തുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നു? ആ ചെറുപ്പക്കാരെ കുറെ പേര് പുറത്തു പോകട്ടെ. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ തൊഴിൽ ചെയ്തതിനു പകരം UK പോയി അവിടുത്തെ കെയർ ഹോം മുഴുവൻ ആ കെയർ ഹോമിൽ ജോലിയെടുക്കാൻ, കാനഡയിൽ ടാക്സി പണി കഴിക്കാൻ, ഹോട്ടൽ ജോലി നടത്താൻ മടിക്കാത്ത കേരളീയർ എന്തുകൊണ്ട് കേരളത്തിലെ യുവത, കേരളീയ യുവത്വം കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതേക്കുറിച്ച് കേരള ഗവൺമെന്റ് ആലോചിക്കണം, പാർട്ടികൾ ആലോചിക്കണം, പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആലോചിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അസന്റെ ഈ ഡോക്യുമെന്ററി തയ്യാറാക്കാൻ എന്നുള്ള ആശയമായി മുന്നോട്ട് വന്നു ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, അസലിനെയും ഞാൻ ആർക്കും ദീർഘായുസ് നേടാറില്ല. കാരണം ഞാൻ ദീർഘായുസിനെ ഭയപ്പെടുന്ന ഉത്തരവാണ്. അവനിപ്പോ ദീർഘായുസ് ഞാൻ പറയാറില്ല. എന്നാലും ജീവിക്കുന്ന കാലത്തോളം കിടക്കാനിടയാകാതെ ആരോഗ്യവാനായി, കർമ്മനിരതനായി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം, കോൺഗ്രസുകാർക്കൊപ്പം, അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കൊപ്പം, കുടുംബക്കാർക്കൊപ്പം, ബന്ധുക്കൾക്കൊപ്പം ജീവിക്കാൻ, അദ്ദേഹത്തിന് സന്തോഷകരമായി ജീവിക്കാൻ അവസരം ഉണ്ടാകേണ്ടത് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇത് ലോഞ്ച് ചെയ്തു.